എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എതിർക്കുന്ന ഒരു സബ്ജക്റ്റാണത്, അല്ലേ? വേണ്ട, അത് വെറുതെ പോകണ്ട, വെറുതെ ആ പണിക്ക് പോകണ്ട, നല്ല പണിയാണ്, നല്ല പണി കിട്ടും, നല്ല ബുദ്ധിമുട്ടാണ് വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയോടായാലും പെൺകുട്ടിയോടായാലും എല്ലാവരും പറയുന്നൊരു ഡയലോഗാണത്, അല്ലേ? കാരണം നമുക്കറിയാൻ പറ്റും, വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ജീവിതം വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ അതുവരെ അനുഭവിച്ചിട്ടുള്ള സന്തോഷം, സമാധാനം, അതുപോലെ ഫ്രീഡം, ഇതൊക്കെ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ സന്തോഷം പോകുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നത്? വിവാഹം കഴിക്കുന്നതിലൂടെ നമ്മുടെ ആ ഫ്രീഡം നഷ്ടപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ കാരണം എന്താണത്? ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊരു കറക്കിക്കുത്തലല്ല ഇവിടെ വേണ്ടത് എന്നാണ്. ഇതിനൊരു സൊല്യൂഷനായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഇവിടെ എല്ലാവരും ഒരു കറക്കിക്കുത്തലാണ്. കാരണം നമ്മൾ വാല്യുവേറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന, വിവാഹത്തിന് മുന്നേ നമ്മൾ വാല്യുവേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വാല്യുവേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് നമ്മളൊരു വാല്യുവേഷൻ നടത്തുന്നുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ വിവാഹം ഓക്കെ ആണെന്നാണ് അർത്ഥം. അപ്പോൾ വിവാഹത്തിന് വേണ്ട ബാക്കി എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കാണ്. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള ഈ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയോ പുരുഷൻ്റെയോ വാല്യൂസ് മാച്ച് ആണോ, അവരുടെ കാഴ്ചപ്പാട് ഒരേപോലെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒരേ ദിശയിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോ, അവരുടെ വാല്യൂസൊക്കെ ഓക്കെ ആണോ? കാരണം ഇവർ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്നവരാണ്. രണ്ട് വീട്ടിൽ നിന്ന് വരുന്ന ഈ സ്ത്രീയും പുരുഷനും അവിടുത്തെ കൾച്ചറുമായിട്ട്, അവിടുത്തെ സ്വഭാവവുമായിട്ട്, അവിടുത്തെ അച്ഛനമ്മമാരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച്, എഡ്യൂക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടികളെ വളർത്തുന്ന രീതിയാണ്. ആ രീതിയിൽ എങ്ങനെയാണ്, കാരണം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെയാണ് ഓരോ കുട്ടികളെയും ഓരോ അച്ഛനമ്മമാർ വളർത്തുന്നത്. കാരണം അച്ഛനമ്മമാരുടെ കാഴ്ചപ്പാടിലൂടെയാണ് മക്കൾ വളരുന്നത്. അപ്പോൾ ആ വളർന്നു വന്നതിന് ശേഷമാണ് അവരുടേതായിട്ടുള്ള വ്യക്തിത്വ ബോധത്തിലേക്ക് മാറുന്നതും അതിനനുസരിച്ച് അവർ ജീവിക്കാൻ തുടങ്ങുന്നതും. ചില ആളുകൾ കരിയറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിനെ കുറിച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, റിലേഷൻഷിപ്പിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും. ആ ബന്ധുക്കളായിട്ടും അല്ലെങ്കിൽ വീട്ടിലുള്ള അച്ഛനമ്മമാരും അതേപോലെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. എന്നാൽ ചിലപ്പോൾ മറ്റൊരു ആൾ അങ്ങനെ ആയിരിക്കില്ല. കാരണം അവർ വളരെ ചുരുങ്ങിയ ആളുകളുമായിട്ട് മാത്രം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്ന ആളുകളുണ്ടായിരിക്കും. കാരണം അവരുടെ ചിലപ്പോൾ അച്ഛനോ അമ്മയോ ഏറ്റവും അടുത്ത 1-2 സുഹൃത്തുക്കൾ മാത്രമായിട്ട് ഏറ്റവും അടുപ്പം കീപ്പ് ചെയ്ത് പോകുന്ന ഫാമിലീസ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും അല്ലെങ്കിൽ അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്ന വ്യക്തികളാണെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ വാല്യൂസ് ഒരേപോലെ ആവുക? നമുക്കറിയാൻ പറ്റും, വ്യത്യസ്ത വാല്യൂസ് ഉള്ള ആളുകളാണ് നമ്മുടെ ഈ ഒരു മാരേജിലേക്ക് വന്ന് ചേരുന്നതും അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതും. അവർക്ക് എങ്ങനെയാണ് അപ്പോൾ ഒരേപോലെ കാണാൻ പറ്റുന്നത്? ജീവിതത്തെ എങ്ങനെയാണ് ഒരേപോലെ അവർക്ക് ഒരേ കാഴ്ചപ്പാടോട് കൂടിയിട്ട് കാണാൻ പറ്റുക? വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാവും. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ കൂടുതലാവുന്നതോട് കൂടിയിട്ടാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ബോണ്ടിങ് ഒക്കെ വളരെ ചെറുതായിട്ട് വളരെ നേരോ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് മാറുന്നത്. പിന്നീട് അവർ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട സ്ഥിതിയൊക്കെ വരുന്നത്. അത്തരത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ അഭിപ്രായമാണ് ഈ പറയുന്ന വിവാഹം കഴിക്കേണ്ട, നീ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് നല്ലത്, ഈ വളരെ ബുദ്ധിമുട്ട് ജീവിക്കേണ്ടി വരും വിവാഹത്തിന് ശേഷം എന്നൊക്കെ പറയുന്നത് ഈ ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ, അല്ലേ? അപ്പോൾ അവരോട് ചോദിച്ചാൽ പറയില്ല, കുഴപ്പമില്ല, നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ല ഹാപ്പിയാണ് ഞാൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഹാപ്പിനെസ് കിട്ടുന്നത്, നമ്മുടെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് നമ്മുടെ റൈറ്റ് പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ്. എങ്ങനെയാണ് ആ റൈറ്റ് പാർട്ട്ണറെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ അതൊരു തെരഞ്ഞെടുപ്പിലൂടെയാണ് നടക്കേണ്ടത്. നമ്മുടെ വാല്യൂസുമായിട്ട് മാച്ചുള്ള ആളുകളിലേക്ക് നമ്മൾ എങ്ങനെ എത്താം, അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലവ് മാരേജ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു സുഹൃത്തുക്കളായിരിക്കും. ആ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വാല്യൂസ് എന്താണ്, എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ എങ്ങനെയാണ്, എനിക്ക് എന്തൊക്കെ രീതിയിലൂടെയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്താണെന്ന് അറിയണം, എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിയണം. അപ്പോൾ ഇതേപോലെ ഈ നമ്മുടെ സെയിം വാല്യൂസ് ഉള്ള ആളുകളെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ കിട്ടും. അതുണ്ട്, അങ്ങനത്തെ അതേ വാല്യൂസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്.
ആ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും തിരഞ്ഞെടുക്കാനും പറ്റുകയാണെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക്, ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ചില ആളുകൾ നമ്മളോട് പറയുന്നത് കേൾക്കാം, ഭർത്താവായിരിക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് ഒരു ഭർത്താവാണ്, പക്ക ഭർത്താവായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരുണ്ട്. അവരുടെ കണ്ണിൽ അവരെ ഭാര്യമാർ തന്നെയാണ്, അല്ലാതെ പാർട്ട്ണറൊന്നും പറയാൻ പറ്റില്ല അവരുടെ അടുത്ത്. അല്ലെങ്കിൽ അവിടെ ഒരു ബോണ്ടിങ് ഒന്നും ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഈ ഭാര്യമാരും അങ്ങനെ തന്നെയാണ്. എനിക്കൊരു ഭാര്യയായിട്ട് ഇരുന്നാൽ മതി, എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയൊക്കെ ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതേപോലെ തന്നെ അത് മാത്രമല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള കരിയറുണ്ട്, എൻ്റേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, എൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അത്തരം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരും ഈ ഒരു വ്യക്തിത്വ ബോധമുള്ളവരും സ്വന്തം വ്യക്തിത്വത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ആ കരിയറിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ സ്ത്രീകളിലേക്ക് അത്തരം വാല്യൂസ് ഉള്ള ആളുകളാണ് അവരുടെ ജീവിത പങ്കാളിയായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് വരേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു സന്തോഷം ഉണ്ടാവാനും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ്സും ആ ഫ്രീഡമൊക്കെ കൊണ്ടുവരാൻ പറ്റുക. അല്ലെങ്കിൽ അവരുടെ ആ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ചിന്താഗതിയുള്ള ആളുകളാണെങ്കിൽ, അതായത് ഇപ്പോൾ ഭർത്താവ് പറയുന്നത് ഞാൻ ഭർത്താവാണ്, എൻ്റെ കാര്യങ്ങൾ നീയാണ് നോക്കേണ്ടത്, നീ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കണം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നീ നോക്കണം, നീ വേറെ ഒരു കാര്യം ചെയ്യണ്ടെന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഇതേപോലൊരു വ്യക്തിത്വ ബോധമുള്ള, അതായത് സ്വന്തമായിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വന്തമായിട്ട് ജീവിക്കാനും സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ചിന്താഗതിയുള്ള ഒരു സ്ത്രീയെ ഇതേപോലെ ഈ ഒരു ഭർത്താവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷനെയാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വരുന്നത്. ഇവിടെ ആ വാല്യൂസൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് കീപ്പ് ചെയ്യുന്നവരുടെ അവിടെ പിന്നെ അവിടെ ഒരു ബോണ്ടിങ് എങ്ങനെ ഉണ്ടാവുക, ഒരു ലവ് എങ്ങനെ ഉണ്ടാവുക? ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, കുടുംബങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ ഇരിക്കാതിരിക്കാൻ വേണ്ടി മാത്രം പിന്നീട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ഇല്ലായ്മ വരിക, ഹാപ്പിനെസ് ഇല്ലാതെ വരിക, എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുക, കുട്ടികൾക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത്. അതെല്ലാം നമ്മുടെ കരിയറിനെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ കരിയർ ഗ്രോത്ത് ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മുടെ പങ്കാളിയെങ്കിൽ ആ കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അവർ കൃത്യമായിട്ട് സപ്പോർട്ട് തരാൻ പറ്റും, കൃത്യമായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവും, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അവിടെ ഭാര്യ ഭർത്താവിനേക്കാൾ ഉപരി അവർ നമ്മൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട്നേഴ്സായിട്ട് അവിടെ മാറും. അതുപോലെ സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, കാരണം സാമ്പത്തികമായിട്ട് വളരെ അച്ചടക്കമുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നൊരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതേ കാറ്റഗറി, അതേ വാല്യൂസ് ഉള്ള ഒരു പാർട്ട്ണറിനെയാണ് അവർക്ക് കിട്ടേണ്ടത്. കാരണം അല്ലെങ്കിൽ വളരെ ദൂരത്തും അല്ലെങ്കിൽ വളരെ ലക്ഷ്യമായിട്ടൊക്കെ പണം ഉപയോഗിക്കുന്ന പാർട്ട്ണറിനെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവർ പലപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാവാനും അതിൽ നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ ബാധിക്കുന്നുണ്ട് അവിടെ. കാരണം ഒരു ഹാപ്പിനെസ് ഇല്ലെങ്കിൽ, നമ്മുടെ സന്തോഷമില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എല്ലാവർക്കും ദുരിതമാണ് ഈ ഒരു ജീവിതം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിച്ച് തീർക്കേണ്ടി വരുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ ഒരു സൊസൈറ്റിയുടെ മുന്നിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിളായി മാറാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ കാണുമായിരിക്കും, കുറച്ച് ആളുകളൊക്കെ കാണുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്റേണലി നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആണോ എന്നുള്ള ചോദ്യമാണ് അവിടെ. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് പറയാൻ പറ്റുക? നിങ്ങളിത് കാണുന്ന ആളുകൾ ഇതിന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അനുഭവം എന്താണ്? ഇത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഇതൊന്നുമല്ല അവിടെ. നമ്മുടെ സ്വന്തം വാല്യൂസ് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ, എൻ്റെ വാല്യൂസിനനുസരിച്ചുള്ള പാർട്ട്ണറിനെയാണ് എനിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ ആ അനുഭവിക്കുന്ന ഫ്രീഡത്തിലും സന്തോഷത്തിലും എനിക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാനും പറ്റില്ല ഇവിടെ. ആ സമയത്ത് നമ്മൾ മറ്റാരുടെയോ പാർട്ട്ണറാവാൻ പോകുന്ന, അല്ലെങ്കിൽ മറ്റാരുടെയോ വാല്യൂസ് മാച്ചുള്ള ഒരു പാർട്ട്ണറിനെയാണ് നമ്മുടെ പാർട്ട്ണറായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. ആ വ്യത്യസ്തമായ വാല്യൂസിലൂടെ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് പോവും. അപ്പോഴാണ് ഈ പറഞ്ഞ വിവാഹ ജീവിതം വളരെ ദുരിതപൂർണ്ണമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നതും അഭിപ്രായം വരുന്നതൊക്കെ. ഒരുപാട് ആളുകളിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും ശരി, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും, ഒരു പാർട്ട്ണർഷിപ്പിലാണെങ്കിലും, എങ്ങനെയാണെങ്കിലും ഈ വാല്യൂസ് ഓപ്പൺ ആണെങ്കിൽ, വാല്യൂസ് മാച്ച് ആണെങ്കിൽ അവിടെ നമുക്ക് കുറച്ചുകൂടി ഓപ്പൺ ആവാൻ പറ്റും,
വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം വരുമ്പോൾ അവിടെ ചോദ്യം ചെയ്യുമ്പോൾ ആണെങ്കിലും അവിടെ നമ്മുടേതായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അവിടെ സംസാരിക്കുന്നത്. ആ വ്യക്തികളുടെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കും. എന്തുകൊണ്ടാണ് ആൾ ചൂടായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്, ആ സിറ്റുവേഷനിൽ ഞാനാണെങ്കിലും അത് തന്നെയാണോ ചെയ്യുക, അല്ലെങ്കിൽ ഞാനാണെങ്കിലും ആ സമയത്ത് ഞാൻ ഇങ്ങനെയല്ല പെരുമാറുക, ഇതൊക്കെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന ആ വാല്യൂസ് ഓക്കെ ആണെങ്കിൽ നമുക്കതൊക്കെ മനസ്സിലാവും. നമ്മളവിടെ ചോദ്യം ചെയ്തെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ആൻസർ രണ്ടുപേരിലും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനത് ഏത് കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന, കാരണം നമ്മുടെ വാല്യൂസ് അവർക്ക് അറിയാം, അതേപോലെ തന്നെ അവരുടെ വാല്യൂസ് അറിയാം, അവർക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ നമ്മുടെ പാർട്ട്ണർക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കേണ്ടതെന്നൊക്കെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അറിവുണ്ടെങ്കിൽ, അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന, ഓരോ മൂമെൻറ്റ്സും നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ, ഓരോ സമയത്തും അവരുടെ എക്സ്പ്രഷനും ഫീലിങ്സും ഇമോഷനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ എൻ്റെ പാർട്ട്ണറിനെ മനസ്സിലാക്കാൻ പറ്റുന്ന അതേ വൈബുള്ള അതേ കാഴ്ചപ്പാടുള്ള എന്നെ തിരിച്ചും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറിനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ദുരിതം മാറ്റി ഹാപ്പി ആയിട്ടും ഫ്രീഡത്തോട് കൂടിയിട്ടും ഒരു എൻജോയ്മെൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ആകെ ചെറിയൊരു ലൈഫുള്ളൂ, ആ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാനും അതുപോലെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനും നമ്മുടേതായിട്ടുള്ള സ്പേസിൽ ജീവിക്കാനും നമുക്ക് പറ്റും. ഒരാളുടെയും അതിർവരമ്പുകൾ കടക്കാതെ തന്നെ, ബൗണ്ടറീസ് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ തന്നെ. കാരണം ഭാര്യയാണെന്നുള്ള സങ്കല്പം ഉള്ളവർക്കും അതല്ല നമ്മുടെ പാർട്ട്ണറായിട്ട് കാണുന്ന എല്ലാവർക്കും ബൗണ്ടറീസ് ഉണ്ടാവേണ്ടതാണ്. കാരണം അവരുടെ സ്പേസിൽ നമ്മൾ കയറി അല്ലെങ്കിൽ അവരുടെ ആ സ്പേസിലല്ലാതെ നമ്മുടെ സ്പേസിൽ നമുക്ക് ജീവിക്കാനും അവർക്ക് വേണ്ട ആ ഫ്രീഡത്തിലൂടെ ആ സ്പേസിൽ അവർ ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിലൂടെ അവിടെ കുറച്ച് നമുക്കും ഹാപ്പിനെസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം അതേപോലെ നമുക്ക് ആ സ്പേസ് നമുക്ക് അനുവദിച്ച് കിട്ടാണ്, ആ ഫ്രീഡം നമുക്ക് അനുവദിച്ച് കിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ലൈഫിനൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണർ ആരാവണം എന്താവണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചുകൊണ്ട്, അത് അറേഞ്ച്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ലവ് മാരേജ് എന്തും ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ പാർട്ട്ണർ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് നമ്മുടെ പാർട്ട്ണർ, എന്താണ് നമ്മുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടത്, എന്താണ് അവർക്കും എന്നെക്കൊണ്ട് എനിക്ക് എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുക, അവരുടെ അതേ സെയിം ആരെയാണോ എനിക്ക് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനും ഈ വിവാഹ ജീവിതത്തിലേക്ക് പോകാനും. ഇനി പോകുന്ന ആളുകളെല്ലാവരും ഇങ്ങനെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും, ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവും, ഒരു ഫ്രീഡം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഇതിന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങളുടെ എന്ത് സജഷൻസ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റും വിലയേറിയ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആ കമൻറ്റിലൂടെ എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാനും എൻ്റെ ആശയങ്ങളുമായി ചേർന്ന് പോകാനൊക്കെ എന്നെ സഹായിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.